നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ടിന് സുപ്രീം കോടതി അനുമതി. തീവ്രതയ്ക്കും സമയത്തിനുമുള്ള നിയന്ത്രണത്തിൽ സുപ്രീം കോടതി ഇളവ് വരുത്തി. ഭാഗ്യദേവത കൈവിട്ട പുല്ലഴിയിലെ സോമനം കുടുംബത്തിനും TCVയുടെ തണൽ കൈത്താങ്ങായി. അടച്ചുറപ്പുള്ള വീടെന്ന ഈ കുടുംബത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് അഡോറ എന്ന ജീവകാരുണ്യ സംഘടന. ചെങ്ങാലൂരിൽ തണ്ണീർത്തടം നികത്തുന്നത് തടയാനെത്തിയ പഞ്ചായത്ത് അംഗത്തെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പുതുക്കാട് പഞ്ചായത്ത് അംഗം തോബി തോടിയാനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ സപ്ലൈകോ. നൂർമേനി വിളവ് ലഭിച്ചിട്ടും ദുരിതത്തിലായി അന്തിക്കാട് കായൽക്കോളിലെ കർഷകർ. ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ സൂര്യാഘാത സാധ്യത കൂടുതലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. പടിഞ്ഞാറെ ചാലക്കുടി മുഞ്ഞേരിയിൽ വീട് കുത്തി തുറന്ന് കവർച്ച. 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. തൃശൂർ പൂരം വെടിക്കെട്ടിന് സുപ്രീം കോടതി അനുമതി. തീവ്രതയ്ക്കും സമയത്തിനുമുള്ള നിയന്ത്രണത്തിലാണ് സുപ്രീം കോടതി ഇളവ് വരുത്തിയത്. ആചാരപ്രകാരമുള്ള സമയത്ത് തന്നെ വെടിക്കെട്ട് നടത്താം. ഉപയോഗിക്കുന്ന പടക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 2018 ഒക്ടോബറിലാണ് വെടിക്കെട്ടിന് സുപ്രീം കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാത്രി 8-നും 10-നും ഇടയിലും അല്ലാതെയുള്ള സമയങ്ങളിൽ വെടിക്കെട്ട് നടത്തരുതെന്നായിരുന്നു ഉത്തരവ്. ഈ ഉത്തരവിൽ ഇളവ് തേടിയാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ദേവസ്വങ്ങളുടെ ആവശ്യങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയിൽ പിന്തുണച്ചു. ഭാഗ്യദേവത കൈവിട്ട പുല്ലഴിയിലെ സോമനം കുടുംബത്തിനും TCVയുടെ തണൽ കൈത്താങ്ങായി. TCVയുടെ ഇടപെടലിനെ തുടർന്ന് അടച്ചുറപ്പുള്ള വീടെന്ന ഈ കുടുംബത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് അഡോറ എന്ന ജീവകാരുണ്യ സംഘടന. പുല്ലഴി കുഞ്ഞിത്തോപ്പ് റോഡിലെ സോമന്റെയും കുടുംബത്തിന്റെയും കരളലിയിപ്പിക്കുന്ന ഈ ജീവിത നേർക്കാഴ്ച TCV തണൽ എന്ന പ്രോഗ്രാമിലൂടെയാണ് പുറം ലോകം കണ്ടത്. ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 65 ലക്ഷം രൂപ നേടിയതറിയാതെ ടിക്കറ്റ് കീറിക്കളഞ്ഞതും നൂറ്റാണ്ടിലെ പ്രളയം ആകെയുണ്ടായിരുന്ന വീട് ഇല്ലാതാക്കിയതുമെല്ലാം ഈ കുടുംബത്തെ സംബന്ധിച്ച് ഇനി പഴയ കഥ. പഴന്തുണികൾ കൊണ്ട് കെട്ടിമറച്ച ഒറ്റമുറി ചായ്പിൽ നിന്ന് 550 ചതുരശ്ര വിസ്തീർണത്തിൽ 2 കിടപ്പുമുറികളും 1 ഹാളും അടുക്കളയും സിറ്റൌട്ടുമടക്കം അടച്ചുറപ്പുള്ള ഒരു വീട്ടിലാണ് സോമനും കുടുംബവും ഇന്നുള്ളത്. കിടപ്പ് രോഗിയായ സോമന്റെയും കുടുംബത്തിന്റെയും കഥ തണലിലൂടെ കണ്ടറിഞ്ഞ വയനാട് സുൽത്താൻ ബത്തേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഡോറ എന്ന ജീവകാരുണ്യ സംഘടനയാണ് പറഞ്ഞതിലും വേഗത്തിൽ ഇവർക്ക് വീട് ഒരുക്കി നൽകിയത്. 2 പതിറ്റാണ്ട് കാലമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി നിർധനരുടെ കണ്ണീരൊപ്പുന്ന അഡോറ നിർമ്മിച്ചു നൽകുന്ന 43ാമത് സ്നേഹഭവനമാണിത്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് പല ഭാഗങ്ങളിൽ നിന്നും വരും. നമുക്ക് സാധ്യമായ രീതിയിൽ ആളുകളെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മളത്. വേറൊരു രീതിയിലും അവർക്ക് ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് തീർത്തും മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. അങ്ങനെ തന്നെയാണ് ഇതും. അപ്പം ഇത് സന്തോഷമുണ്ട്. കുറേയധികം സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ കൂടിയാണ് ഓരോ കാര്യങ്ങൾക്കും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുളടഞ്ഞ തങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് തീരെ തടുപ്പിച്ചവരെ നന്ദിയോടെ സ്മരിക്കുമ്പോഴും അപ്രതീക്ഷിതമായ ഈ നേട്ടങ്ങളെ ഒരു സ്വപ്നമായി കാണുകയാണ് ഈ കുടുംബം. മരിക്കണമെന്ന് വരെ വിചാരിച്ചിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ. അതിപ്പോൾ ഇങ്ങനെയൊക്കെയായി. ഇപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പ്രവർത്തിച്ചവരോട് നമ്മളോട് കാണിച്ചവരോടൊക്കെ നന്ദി. എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒട്ടേറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും ഒരു നിർധന കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ ഏകോപിപ്പിച്ച ഷേർലിയും വിനീതയും. വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെനിക്കിപ്പോൾ ഒരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ കൊടുത്തിട്ട് നിരാശപ്പെടുത്തേണ്ടി വന്നില്ലല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഇവിടത്തോളം വരെ എത്തിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാറ്റും മഴയും വെയിലുമേൽക്കാതെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. ആശംസകളും സ്നേഹ സമ്മാനങ്ങളുമായി നിരവധി പേരാണ് സോമന്റെയും കുടുംബത്തിന്റെയും ഈ പുതിയ ഭവനത്തിലേക്ക് എത്തിയത്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവൃതിയിലാണ് ഈ കുടുംബം. അതിലൊരു ഭാഗമാകാൻ TCV തണൽ പ്രോഗ്രാമിനും സാധിച്ചു. ക്യാമറമാൻ അഭിജിത്ത് ചെറുവത്തേരിക്കൊപ്പം അഭിജിത്ത് തലച്ചറ, ടീം TCV. ചെങ്ങാലൂരിൽ തണ്ണീർത്തടം നികത്തുന്നത് തടയാനെത്തിയ പഞ്ചായത്ത് അംഗത്തെ മണ്ണ് മാഫിയ ടിപ്പർ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പുതുക്കാട് പഞ്ചായത്ത് അംഗം തോബി തോടിയാനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്.
വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് കളിമണ്ണെടുത്ത സ്ഥലത്ത് പൊടിമണ്ണടിച്ചു നികത്തുന്നത് തടയാനെത്തിയ മെമ്പറെയാണ് മണ്ണ് മാഫിയകൾ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ മെമ്പർ തന്റെ ബൈക്കുമായി ലോറിയെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് എത്തിയിട്ട് ലോറി എടുത്താൽ മതിയെന്ന് മെമ്പർ പറഞ്ഞ ഉടനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. മെമ്പർ പെട്ടെന്ന് ഓടിമാറിയത് മൂലം അപകടത്തിൽ നിന്ന് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ മെമ്പർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിലെ ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് മണ്ണ് മാഫിയ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് തോബി തോട്ടിയാൻ പറഞ്ഞു. പാടത്ത് വൻതോതിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് മണ്ണടിച്ച് കൂട്ടിയിട്ട് ആ മണ്ണ് കൂട്ടിയത് കളിമണ്ണെടുക്കാൻ വേണ്ടി കളിമണ്ണെടുത്ത കുഴിലേക്ക് തട്ടാൻ വേണ്ടി ശ്രമമാണ് നടത്തണേ. ഈ ശ്രമം തടയാൻ വന്ന എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ഇതിൽ അധികാരികൾ കാര്യമായി ഇടപെടുന്നില്ല. പോലീസ് വിളിച്ചാലും വളരെ വൈകിയാണ് പോലീസിന്റെ സംയമനം ഇതിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണ് കുട്ടാടൻ പാടത്ത് കളിമൺ ഖനനവും നികത്തലും നടക്കുന്നത്. രാത്രിയും പകലുമില്ലാതെ നിരവധി ടിപ്പർ ലോറികളാണ് മണ്ണുമായി ചീറിപ്പായുന്നത്. ഗുണ്ടകളുടെ സഹായത്തോടെ മണ്ണ് മാഫിയകൾ മേഖലയിൽ പിടിമുറുക്കിയിട്ടും പോലീസ് പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും തോബി തോട്ടിയാൻ പറഞ്ഞു. ചെങ്ങാലൂർ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി തണ്ണീർത്തടം നികത്തൽ നിർത്തിവെപ്പിച്ചു. മെമ്പറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്നും അനധികൃതമായി തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. 100 മേനി വിളവ് ലഭിച്ചിട്ടും ദുരിതത്തിലായി അന്തിക്കാട് കായൽക്കോളിലെ കർഷകർ. കൊയ്തുവെച്ച നെല്ലിന് ഇവർ കാവലിടുന്നു തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. അന്തിക്കാട് കായൽക്കോളിലെ കർഷകർക്ക് പതിവിൽ കവിഞ്ഞ വിളവാണ് ലഭിച്ചത്. എന്നാൽ കൊയ്തുവെച്ച നെല്ലിനെ കാത്തു സൂക്ഷിക്കാനാണ് ഇവർ പാടുപെടുന്നത്. സപ്ലൈകോ അധികൃതരാണ് സ്വകാര്യ മില്ലുകാർ വഴി പാടശേഖരങ്ങളിൽ നിന്നും നെല്ല് ശേഖരിക്കുന്നത്. എന്നാൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് നെല്ല് തൂക്കം നോക്കിയ ശേഷം അട്ടിയിട്ടിരിക്കുകയാണ്. നെല്ല് കയറ്റിക്കൊണ്ടു പോകുന്നതുവരെ ഉത്തരവാദിത്തം കർഷകന് തന്നെയാണ്. എന്നാൽ കരാറെടുത്ത സ്വകാര്യ മില്ലുകാരുടെ വാഹനമെത്തി നെല്ല് കൊണ്ടുപോകാത്തതിനാൽ കൊടും ചൂടിലും നെല്ലിന് കാവലിരുന്ന് കർഷകർ വലഞ്ഞു. സമീപത്തെ പടവിൽ 10 ദിവസമായി ചാക്കിലാക്കി വെച്ചിട്ടും നെല്ല് കൊണ്ടുപോയിട്ടില്ല. അപ്രതീക്ഷിതമായി എത്തുന്ന മഴയെയും കർഷകർക്ക് ഭയമുണ്ട്. ടാർപ്പായകൾ വാടകയ്ക്കെടുത്തും സ്വന്തമായി വാങ്ങിയും നെൽച്ചാക്കുകൾ മൂടിയിട്ടിരിക്കുകയാണ് പലരും. ഇതിനായി ഒരു തുക കർഷകന് അധിക ചിലവ് വരുന്നുണ്ട്. മില്ലുകാർ വാഹനം അയക്കാത്തതിൽ അമർഷമുണ്ടെന്നും വിഷയത്തിൽ പാടശേഖര സമിതി കർഷകർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നില്ലെന്നും കർഷകനായ പ്രഭാകരൻ തൈവളപ്പിൽ ആരോപിച്ചു. പാടശേഖരം പറയുന്നത് വെച്ചാൽ മില്ലുകാർ വണ്ടി അയക്കുന്നില്ല എന്നാണ് പറയുന്നത്. 4 വണ്ടിയാണ് അയക്കുന്നത്. അങ്ങനെ വണ്ടി വരാത്ത കുറ്റങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് നോക്കാനോ പിടിക്കാനൊന്നും ആരും കാണുന്നില്ല. കനൽ വേനൽ ചൂടിലും മാനത്ത് അപ്രതീക്ഷിതമായി എത്തിയേക്കാവുന്ന കാർമേഘങ്ങളെയും കൂടെയെത്തുന്ന മഴയെയും ഭയന്ന് വരമ്പിൽ ചാക്കിലാക്കി വെച്ച നെല്ലിന് കാവലിരിക്കുകയാണ് കർഷകർ. TCV അന്തിക്കാട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ സൂര്യാഘാത സാധ്യത കൂടുതലുള്ളതിനാൽ അതീവ ജാഗ്രത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് സൂര്യാഘാത മുന്നറിയിപ്പ് നൽകിയത്. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. രാവിലെ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. കനത്ത ചൂടിനെ തുടർന്ന് ജില്ലയിൽ ഇതുവരെ 64 പേർക്ക് സൂര്യാതപമേറ്റു. കഴിഞ്ഞ ദിവസം ജില്ലയിൽ 36.5 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഈ സീസണിൽ ഏറ്റവും കൂടിയ ചൂട് മാർച്ച് അവസാനം 40.5 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു. വേനൽ മഴ കുറഞ്ഞതിനാൽ കനത്ത കുടിവെള്ളക്ഷാമമാണ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്നത്. 2 ദിവസം മുൻപ് മഴ പെയ്തുവെങ്കിലും തുടർമഴ ലഭിക്കാത്തത് ചൂട് വർദ്ധിക്കാൻ ഇടയാക്കിയതായി കാലാവസ്ഥാ കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ചൂട് കനത്ത സാഹചര്യത്തിൽ പഞ്ചായത്തുകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. പടിഞ്ഞാറേ ചാലക്കുടി മുഞ്ഞേരിയിൽ വൻ മോഷണം. 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. മറ്റത്തി ജോണിയുടെ വീടിന്റെ 2ാം നിലയിലെ അലമാരയിൽ നിന്നാണ് ആഭരണങ്ങൾ മോഷ്ടിച്ചത്. താഴത്തെ നിലയുടെ വാതിലിന്റെ ലോക്ക് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഇവിടെയുള്ള എല്ലാ അലമാരകളും പൊളിച്ച് പരിശോധിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് എത്തിയപ്പോഴാണ് ഇവർ വിവരമറിഞ്ഞത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു.
മുൻമന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ കെ.എം. മാണിക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാലാ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്നു. സംസ്കാര ശുശ്രൂഷയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസിലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടുംബ കല്ലറയിലാണ് ഭൗതിക ശരീരം സംസ്കരിച്ചത്. നാടിന്റെ നാനാതുറകളിൽപ്പെട്ട പതിനായിരങ്ങളാണ് മാണിയെ അവസാനമായി കാണാൻ പാലാ കരിങ്ങോഴക്കൽ തറവാട്ടിലും സെന്റ് തോമസ് കത്തീഡ്രലിലും ഒഴുകിയെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കെ.എം. മാണി അന്തരിച്ചത്. നിറ കണ്ണുകളോടെയാണ് പ്രിയ നേതാവിന് പാലായിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം വിട നൽകിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രോഗികളില്ലാതെ അമിതവേഗതയിൽ സൈറൺ മുഴക്കി പാഞ്ഞ ആംബുലൻസ് ഇടിച്ച് രണ്ടിടങ്ങളിൽ അപകടം. നമ്മുടെ ഇരിങ്ങാലക്കുട ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഉടമസ്ഥയിലുള്ള ആംബുലൻസാണ് അലക്ഷ്യമായി ഓടിച്ച് അപകടങ്ങളുണ്ടാക്കിയത്. എടത്തിരിഞ്ഞിയിലും കാട്ടൂരിലുമാണ് അപകടങ്ങളുണ്ടായത്. കാട്ടൂരിൽ ഒരു ഓട്ടോയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു. ഓട്ടോയിലെ യാത്രക്കാരിയായ കാരളം സ്വദേശിനി പരിക്കുകളോടെ കാരാഞ്ചിറ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എടത്തിരിഞ്ഞിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ച് തകർത്തിട്ടുണ്ട്. ഡ്രൈവർ മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്ന് സംശയിക്കുന്നതായും കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. 20 ലിറ്റർ വ്യാജ ചാരായവുമായി 2 പേരെ റൂറൽ എസ്.പി. കെ.പി. വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ആളൂർ സ്വദേശി തച്ചപ്പള്ളി വീട്ടിൽ നിഖിൽ, കാരൂർ സ്വദേശി വെള്ളോളി വീട്ടിൽ ഷിബു എന്നിവരാണ് അറസ്റ്റിലായത്. വാറ്റുപകരണങ്ങളും പ്രതികൾ ചാരായം വിൽക്കാൻ കൊണ്ടുപോയ ഓട്ടോറിക്ഷയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. പോലീസിനെ കണ്ട് ചാരായം വാങ്ങിക്കാൻ വന്ന സംഘം രക്ഷപ്പെട്ടു. 1-ാം പ്രതി നിഖിലിന്റെ വീട്ടിലാണ് ചാരായം മാറ്റിയിരുന്നത്. ഡിവൈഎസ്പി N.P. മോഹനചന്ദ്രൻ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ചാരായ വാറ്റ് സംഘത്തെ പിടികൂടിയത്. ചേലക്കര കിള്ളിമംഗലം ഉതുവടി പള്ളിക്ക് സമീപം ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ചേലക്കര കുറുമല ഞാറക്കാട്ടിൽ ജോയിയുടെ മകൻ 24 വയസ്സുള്ള മെൽജോയാണ് മരിച്ചത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ചേലക്കരയിലേക്ക് പോയിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിയാരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് തീവെച്ചു കൊന്ന കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കേക്കാട് സ്വദേശി കല്ലൂക്കാടൻ വീട്ടിൽ നിധീഷിനെയാണ് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് നമ്പർ 1 കോടതി റിമാൻഡ് ചെയ്തത്. 4 ദിവസം മുൻപാണ് പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിയാരം സ്വദേശിനിയും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുമായ നീതുവിനെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പ്രതി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത്. ഇനി ജനവിധി 2019. ശബരിമല മുഖ്യ പ്രചരണ വിഷയമായതിനാലാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ P.S. ശ്രീധരൻപിള്ള. തൃശൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഓർഡിനൻസിന് കേന്ദ്ര ഗവൺമെന്റിനെ സാധിക്കില്ല. ബി.ജെ.പിയുടെ മുഖ്യ എതിരാളി UDF-ഉം LDF-ഉം തന്നെയാണ്. വയനാട്ടിൽ CPM-നെ കുറിച്ച് ഒന്നും പറയില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ CPM-ന് ദേശീയ കക്ഷി എന്ന പദവിയും പാർട്ടി ചിഹ്നവും നഷ്ടമാകും. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരുടെ പാർട്ടിയായതിനാലാണ് CPM-ന് ഇന്നത്തെ ഗതികേട് വന്നത്. അമേത്തിയിൽ നിന്ന് രക്ഷയില്ലാതെ വയനാട്ടിൽ അഭയാർത്ഥിയായാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. രാഹുൽ വിതച്ച വിഭജന രാഷ്ട്രീയത്തിന്റെ വിത്ത് അവർക്ക് തിരിച്ചടിക്കും. ഞങ്ങളുടെ എതിരാളികളാണ്, UDF എതിരാളിയാണ്, LDF എതിരാളിയാണ്. ശത്രുക്കളെന്നൊക്കെ പറഞ്ഞപ്പോൾ ശത്രുക്കളെ കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ അവർ ഒന്നിച്ചാണ്. ഇപ്പോഴും പറയുന്നില്ലേ, ഇവിടെ വന്നിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടൊന്നും മിണ്ടില്ല. രാഹുൽ ഗാന്ധി എന്നാൽ പിന്നെ എന്തിനാ ഇവിടെ മത്സരിക്കുന്നത്? എന്തിനാ BJP തോപ്പിക്കാനാണോ അവിടെ മത്സരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ
വയനാട് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, വയനാട് മോശം സീറ്റല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാൾ നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ഉള്ള ധാരാളം സീറ്റില്ലേ. വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ LDF പണ്ട് കമ്മീഷനെ നിയോഗിച്ചത് മറക്കരുത്. BJPയെ തകർക്കാൻ LDFും UDFും പലയിടങ്ങളിലും ഒത്തുകളിക്ക് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. 3 അക്ക സംഖ്യയിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുമെന്ന് അവർ പോലും വിശ്വസിക്കുന്നില്ല. BJPക്കെതിരെ മുന്നണിയാകാമെന്ന ധാരണ CPM പാതി വഴിക്ക് ഉപേക്ഷിക്കുകയായിരുന്നു. ലീഗ് വർഗീയ പാർട്ടിയെന്ന് വൃന്ദ കാരാട്ടടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞത് അടർത്തിയെടുത്ത് വിമർശനം ഉന്നയിക്കുകയാണ്. വയനാട്ടിൽ രാഹുലിനെതിരെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളിയെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. KP ശ്രീശൻ, പ്രസ് ക്ലബ് ഭാരവാഹികളായ K പ്രഭാത്, MV വിനീത, സക്കീർ ഹുസൈൻ എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. 18 സംസ്ഥാനങ്ങളിലായി 91 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെക്കേ ഇന്ത്യയിലെ 42 മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലും ബീഹാറിലുമായി 12 മണ്ഡലങ്ങളിലുമാണ്. ഒപ്പം തന്നെ പശ്ചിമ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലുമാണ്. തെലങ്കാന, ആന്ധ്രാപ്രദേശിലുമായി 42 സീറ്റിലും ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. കേരളത്തിൽ ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ വെട്ടിക്കുറച്ചിരുന്നു. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാനുമായിരുന്ന KM മാണിയുടെ സംസ്കാരം നടക്കുന്നതിനാലാണ് പ്രചരണ പരിപാടികൾ വെട്ടിക്കുറച്ചത്. നാട്ടിക മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലാണ് TN പ്രതാപൻ പര്യടനം നടത്തിയത്. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് പുതുക്കാട് മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. മറ്റത്തൂർ, നൂലുവള്ളിയിൽ നിന്നാരംഭിച്ച പര്യടനത്തിന് 50ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. മാപ്രാണത്ത് നിന്നാണ് സുരേഷ് ഗോപി പര്യടനം ആരംഭിച്ചത്. 55 വർഷം മുൻപ് രാഷ്ട്രീയത്തിലെത്തി നാളിതുവരെ പോളിംഗ് ഏജന്റായി പ്രവർത്തിച്ച അന്തിക്കാട്ടെ കുഞ്ഞിക്ക ഇത്തവണ വിശ്രമത്തിലാണ്. 82-കാരനായ കുഞ്ഞിക്ക എന്ന PK കുഞ്ഞ് ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ യൗവനകാലത്തെ ചടുലതയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്. PK കുഞ്ഞ് എന്ന പുതുശ്ശേരി വീട്ടിൽ കുഞ്ഞിക്കയാണ് അരനൂറ്റാണ്ടിനപ്പുറം പോളിംഗ് ഏജന്റായി പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ പൊടിതട്ടിയെടുക്കുന്നത്. രാഷ്ട്രീയത്തിൽ തുടക്കമിടുന്നത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടാണ്. 1964-ൽ CPIയും CPMുമായി മാറിയപ്പോൾ കുഞ്ഞിക്ക CPMൽ നിലകൊണ്ടു. TV ചാത്തുണ്ണി ഉൾപ്പെടെ 1000-ൽ താഴെ പ്രവർത്തകരെ ചൈനീസ് ചാരന്മാർ എന്നാരോപിച്ച് ജയിലിൽ അടച്ചിരുന്നു. തുടർന്ന് KS സദാശിവൻ അടക്കം ചിലർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് വന്നെങ്കിലും പിന്നീടവർ നക്സലുകളായി മാറിയതോടെ പ്രാദേശിക ഘടകം ചുമതല ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് കുഞ്ഞിക്ക പറഞ്ഞു. അക്കാലത്ത് B. വെല്ലിംഗ്ടൺ LDF സ്ഥാനാർത്ഥിയായി കൽപ്പറ്റയിലും മണലൂരിലും മത്സരിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വെല്ലിംഗ്ടന് വേണ്ടി പോളിംഗ് ഏജന്റായി തുടക്കമിട്ടു. തുടർന്ന് അരനൂറ്റാണ്ടിനിപ്പുറവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു വരെ പോളിംഗ് ഏജന്റായി പ്രവർത്തിച്ച കുഞ്ഞിക്കയുടെ സാന്നിധ്യം ഇക്കുറി തെരഞ്ഞെടുപ്പിനുണ്ടാകില്ല. ഇലക്ഷൻ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ പാർട്ടിയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഞാൻ അവിടെ ഈ നാട്ടിൽ വരാറുണ്ട്. വന്ന് ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് അവർ ഈ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഇവിടുത്തെ ഇലക്ഷൻ ബൂത്തിലും മറ്റേതിലൊക്കെ ഞാൻ ഇരുന്ന് പ്രവർത്തിക്കാറും അതിന് എല്ലാവിധ സഹകരണങ്ങളും അവരിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. CPIക്കും CPMനും ഒരുപോലെ സ്വീകാര്യനായ കുഞ്ഞിക്ക 2 കൂട്ടർക്ക് വേണ്ടിയും പോളിംഗ് ഏജന്റായി പ്രവർത്തിക്കാറുണ്ട്. 1965-ൽ ജോലി ലഭിച്ച് ബിലായിയിൽ പോയ ശേഷം എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തും നാട്ടിലെത്തി പോളിംഗ് ഏജന്റായി മാറും. 1986-ൽ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴും തെരഞ്ഞെടുപ്പിന് കുഞ്ഞിക്ക പോളിംഗ് ഏജന്റായി മുന്നിലുണ്ടായിരുന്നു. പണ്ടത്തെ തിരഞ്ഞെടുപ്പുകളിൽ കുഞ്ഞിക്കയുടെ പ്രവചനങ്ങൾക്ക് കൃത്യത ഉണ്ടായിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു. TCV അന്തിക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TCV സംഘടിപ്പിക്കുന്ന ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പോരാട്ടം സംവാദം വെള്ളിയാഴ്ച മാളയിൽ നടക്കും. വൈകിട്ട് 4:30-ന് മാളക്കടവിൽ പ്രസ് ക്ലബിന് സമീപത്താണ് പോരാട്ടം സംവാദം നടക്കുക. ചാലക്കുടി നിയോജക മണ്ഡലത്തിലുള്ളവർക്ക് സംവാദത്തിൽ പങ്കെടുക്കാം. തൃശൂർ ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 50 പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തുമെന്ന് ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ 8-ഉം പുതുക്കാട് 7-ഉം ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നിവയിലെ 5 വീതവും മണലൂരിലെ 4-ഉം തൃശൂരിലെ 1 ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ്. ബൂത്തുകളിൽ ലാപ്ടോപ്പും വെബ് ക്യാമറയും ഉപയോഗിച്ച് പകർത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം കളക്ട്രേറ്റിൽ കൺട്രോൾ റൂമിൽ ലഭ്യമാകും. ഇത് നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ കൺട്രോൾ റൂമിൽ സ്വീകരിക്കും. സുരക്ഷയ്ക്കായി കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഉണ്ടാകും. വോട്ടെടുപ്പ് സ്മാർട്ടാക്കാൻ പോൾ മാനേജർ ആപ്പ് സൗകര്യം ഏർപ്പെടുത്തി. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വളരെ വേഗം ജില്ലാതലത്തിൽ ലഭ്യമാക്കാനാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്.
മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിൽ ഇനി കണി കാണും നേരം. സ്വർണ്ണവർണ്ണം വാരിവിതറി ഭൂമിയെ കൂടുതൽ മനോഹരിയാക്കി പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കുന്ന വിഷുക്കാലത്തെ ആനന്ദപ്രദമായ കാഴ്ചയാണ്. വിഷുക്കണി ഒരുക്കുന്നതിലെ പ്രധാനിയും കണിക്കൊന്ന തന്നെയാണ്. വിഷു എത്തുന്നതിന് വളരെ മുൻപ് തന്നെ കണിക്കൊന്ന പൂത്തുലഞ്ഞ് ഭൂമിയിലെങ്ങും പൊൻപ്രഭ പടർത്തിക്കഴിഞ്ഞു. വിഷുക്കാലത്തെ ഏറ്റവും മനോഹര കാഴ്ചകളിലൊന്നാണ് സ്വർണ്ണവർണ്ണം വാരിവിതറി നിൽക്കുന്ന കണിക്കൊന്ന. വിഷുപ്പുലരിയിൽ കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും മറ്റു പഴവർഗ്ഗങ്ങളും പൊന്നും പട്ടുമെല്ലാം വെച്ചൊരുക്കുന്ന കണി പൂർണ്ണമാകുന്നത് കണിക്കൊന്ന പൂവ് കൂടി ചേർക്കുമ്പോഴാണ്. കണിക്കൊന്നയ്ക്കുമുണ്ടൊരു ഐതിഹ്യം. പണ്ടൊരു ക്ഷേത്രത്തിൽ പൂജാരി അമ്പലമടച്ചു പോയപ്പോൾ ഒരു ചെറിയ കുട്ടി ചുറ്റമ്പലത്തിനകത്ത് പെട്ടുപോയി. പരിഭ്രാന്തനായ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ അരഞ്ഞാണം കുട്ടിക്ക് കളിക്കാൻ കൊടുത്തു. പൂജാരി വന്ന് ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിലിനകത്തെ ദേവാഭരണം കുട്ടിയുടെ കയ്യിൽ കാണുകയും ക്ഷോഭിക്കുകയും ചെയ്തു. കരഞ്ഞുകൊണ്ട് കുട്ടി വലിച്ചെറിഞ്ഞ അരഞ്ഞാണം തൊട്ടടുത്ത മരത്തിൽ ചെന്ന് തങ്ങി നിന്നെന്നും അത് സ്വർണ്ണവർണ്ണത്തിൽ പൂക്കളുടെ രൂപത്തിൽ മരത്തിൽ മുഴുവൻ കുലകുലയായി തൂങ്ങിക്കിടന്നുവെന്നുമാണ് ഐതിഹ്യം. വിഷുവിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കുറെ വർഷങ്ങളായി കാണുന്നത്. വിഷുവിന് ഏറ്റവും ഡിമാൻഡുള്ള കണിക്കൊന്ന ആദ്യകാലങ്ങളിൽ എന്ന പോലെ സുലഭമല്ലെങ്കിലും നഗരങ്ങളിലടക്കം പൂത്തുലഞ്ഞ കണിക്കൊന്ന ഇന്നും കാണാം. വിഷുവിന്റെ തലേനാൾ ഇവയെല്ലാം അപ്രത്യക്ഷമാകും. കുറെ വർഷങ്ങളായി വിഷുവിന്റെ തലേനാളിലെ പ്രധാന കച്ചവടങ്ങളിലൊന്നാണ് കണിക്കൊന്ന പൂവ്. വിഷുക്കണി ഒരുക്കുന്നതിലെ ഈ പ്രധാനി ഐശ്വര്യം വിടർത്തി എല്ലായിടങ്ങളിലും സമ്പൽ സമൃദ്ധിയുടെ അടയാളമായി നിലകൊള്ളുകയാണ്. മലയാളികൾ പൊൻകണി കണ്ടുണരുന്ന വിഷു പടിവാതിൽക്കലെത്തിയതോടെ വസ്ത്രവിപണിയിൽ വൻ തിരക്ക്. ആഘോഷത്തിന് മാറ്റുകൂട്ടുവാൻ ഇക്കുറി വൻ വസ്ത്രശേഖരമാണ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. നന്മയുടെ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ പൊൻകണി കണ്ടുണരാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് നിറപ്പൊലിമയേകും പുതുവസ്ത്രങ്ങളുടെ കമനീയ ലോകം തീർത്താണ് വസ്ത്രവിപണി ഈ വിഷുവിനെ വരവേൽക്കുന്നത്. കുട്ടികളടക്കമുള്ളവർ പുതുവസ്ത്രം ധരിച്ച് വിഷു കൈനീട്ടം വാങ്ങുന്നതോടൊപ്പം വിഷുക്കോടികളും സമ്മാനമായി നൽകുന്ന ശീലം മലയാളി അനുവർത്തിക്കുന്നതിനാൽ നഗരത്തിലെ ഭൂരിഭാഗം വസ്ത്രശാലകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മലയാളികൾക്ക് അണിഞ്ഞൊരുങ്ങാൻ വസ്ത്രവൈവിധ്യങ്ങളുടെ വിസ്മയ ലോകം തന്നെ വസ്ത്രശാലകൾ അണിനിരത്തിയിരിക്കുന്നു. വിഷു ആഘോഷത്തിന് നിറച്ചാർത്തേകി പുതുപുത്തൻ ഫാഷനുകളിലുള്ള വസ്ത്രങ്ങളുമായാണ് വസ്ത്രശാലകൾ ഇക്കുറി ഒരുങ്ങിയിരിക്കുന്നത്. ജനങ്ങളെ ആകർഷിക്കാൻ നിരവധി സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് വൻകിട വ്യാപാരികൾ നൽകുന്നത്. സാരികൾ, ഷർട്ടുകൾ, മുണ്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ തുടങ്ങിയവ വൻതോതിൽ വിറ്റഴിയുന്നുണ്ട്. വിവാഹ വസ്ത്രങ്ങൾക്ക് പുറമെ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് പല നിലകളിലായി വലിയ വസ്ത്രശ്രേണി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിദേശികൾ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മുതൽ വീട്ടമ്മമാർ ഡിസൈൻ ചെയ്ത സാരികളും ചുരിദാർ മെറ്റീരിയലുകളും വരെ ഇന്ന് വിപണി കൈയടക്കുന്നുണ്ട്. ഓരോ ആഘോഷങ്ങളിലും വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ എത്തിച്ച് ആളുകളെ തൃപ്തിപ്പെടുത്താനാണ് വസ്ത്രലോകത്തെ ശ്രമം. മറ്റു
വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് കൗൺസിൽ നടത്തുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം ബഹളം വെച്ചത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ ഇരിപ്പിടത്തിന് ചുറ്റും ബഹളം തുടർന്നപ്പോൾ മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. നയപരമായ തീരുമാനങ്ങളോ പദ്ധതികൾ സംബന്ധിച്ചോ ഒരു വിഷയവും കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കളക്ടർ അനുവദിച്ചിൻ പ്രകാരം കോർപ്പറേഷന്റെ ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ അജണ്ടയിലുള്ളൂ എന്നും മേയർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ബഹളത്തിനിടയിൽ ബിജെപി അംഗങ്ങൾ തങ്ങളുടെ ഡിവിഷനിലേക്ക് കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണെന്ന് സൂചിപ്പിച്ച് കറുത്ത റിബൺ കൊണ്ട് വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പഴവള്ളം ആദിവാസി കോളനിയിൽ പട്ടികജാതി കുടുംബത്തിന് പുത്തൂർ പഞ്ചായത്ത് അധികൃതർ കുടിവെള്ളം നിഷേധിച്ചു. പരാതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള കളക്ടറുടെ നിർദ്ദേശം പഞ്ചായത്ത് അവഗണിച്ചു. പഴവള്ളം ആദിവാസി കോളനിയിലെ താമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പള്ളത്തേരി ബിന്ദുവിന്റെ കുടുംബത്തിനാണ് കുടിവെള്ളം നിഷേധിക്കപ്പെട്ടത്. TCV പുറത്തുകൊണ്ടുവന്ന ഇവരുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 2 മാസം പിന്നിട്ടിട്ടും കളക്ടറുടെ ഉത്തരവിന് വില കൽപ്പിക്കാതെയാണ് പഞ്ചായത്തിന്റെ നിലപാട്. കളക്ടറുടെ റിപ്പോർട്ടിന് മറുപടി നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. വീടിന് മുൻപിലൂടെ പോകുന്ന കോളനിയിലെ ആദിവാസി ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒരു കണക്ഷൻ നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഇതിനായി 4 വർഷമായി ഓരോ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ കുടുംബം. മുഖ്യമന്ത്രി, വകുപ്പ് തല മന്ത്രി, പഞ്ചായത്ത് എന്നിവർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതിനൊക്കെ റിപ്പോർട്ട് വന്നെങ്കിലും പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. വിവരാവകാശം വെച്ചിട്ട് അതിനകത്ത് നമുക്ക് അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ചോദ്യങ്ങൾക്ക് പോലും ഒരു ഉത്തരം നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ആദിവാസി കോളനിക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ച കുടിവെള്ള പദ്ധതിയിൽ നിന്ന് മറ്റ് വിഭാഗങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകാൻ കഴിയില്ലെന്നാണ് പദ്ധതി ഗുണഭോക്തൃ കമ്മിറ്റി പറയുന്നത്. എന്നാൽ കോളനിയിൽ താമസിക്കുന്ന ഇതര വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് കുടിവെള്ളം നൽകുന്നുണ്ടെന്നും തങ്ങളെ മാത്രം അകറ്റി നിർത്തുകയുമാണെന്നാണ് ഇവരുടെ ആക്ഷേപം. സ്വന്തമായി കിണറില്ലാത്ത ഈ കുടുംബം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടതോടെ ദൂരെ നിന്നാണ് വെള്ളം തലച്ചുമടായി എത്തിക്കുന്നത്. കോളനിയിലെ ഗുണഭോക്തൃ സമിതി തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നത്തിൽ അവരും ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് ആരോപണം. TCV പുതുക്കാട്. കുന്നംകുളം നഗരസഭ 13-ാം വാർഡിൽ അക്ഷരസാഗരം പദ്ധതിയിൽ പഠിക്കാനെത്തിയ അമ്മമാരെ പെരുവഴിയിൽ ഇറക്കിവിട്ടതായി പരാതി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിലുള്ള അക്ഷരസാഗരം പദ്ധതി അടുപ്പൂട്ടി ഉദയഗിരി SC കോളനിയിൽ തുടക്കമിട്ടത്. അക്ഷരമറിയാത്തവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതി പ്രകാരം ഉദയഗിരി അങ്കണവാടിയിൽ വൈകിട്ട് 5:30 മുതൽ 6:30 വരെയായിരുന്നു ക്ലാസ് നടന്നിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച സെക്രട്ടറി അങ്കണവാടി ടീച്ചറെ ഫോണിൽ വിളിച്ച് സാക്ഷരതാ പരിപാടിക്ക് അങ്കണവാടി തുറന്നു കൊടുക്കരുതെന്ന് ഉത്തരവ് നൽകുകയായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള ഭക്ഷണം സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണെന്നായിരുന്നു മറുപടി. വൈകിട്ട് പഠിക്കാനെത്തിയ അമ്മമാർ ഏറെ നേരം കാത്തിരുന്നുവെങ്കിലും അങ്കണവാടി തുറന്നു നൽകാൻ തയ്യാറായില്ല. ഇതോടെ അമ്മമാർ അങ്കണവാടിക്ക് മുന്നിലെ റോഡിലിരുന്നായി പഠനം. അങ്കണവാടി പൂട്ടി സാക്ഷരതാ പരിപാടി തകർക്കാനുള്ള ശ്രമമാണ് സെക്രട്ടറി നടത്തുന്നതെന്ന് വാർഡ് കൗൺസിലർ ആരോപിച്ചു. അയ്യന്തോൾ ബ്രഹ്മസ്ഥാന ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി മാതാ അമൃതാനന്ദമയി എത്തി. പൂർണ്ണകുംഭം നൽകി ആചാരവിധി പ്രകാരം ഭക്തജനങ്ങൾ സ്വീകരിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രോത്സവം നടക്കുന്നത്. ദിവസവും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ലളിത സഹസ്രനാമാർച്ചനയുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിഗാനസുധയും നടക്കും. ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന സംഭവത്തിൽ കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. അമൃത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായത്. വാട്ടർ അതോറിറ്റിയുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ ദിവസങ്ങളായി സമരത്തിലായിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടർ TV അനുപമ വിഷയത്തിൽ ഇടപെട്ടത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം മമ്മിയൂരിൽ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയായിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം മമ്മിയൂരിൽ റോഡ് വെട്ടിപ്പൊളിച്ച് പൊട്ടിയ പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിച്ചു. 6 മീറ്റർ നീളമുള്ള പുതിയ പൈപ്പാണ് സ്ഥാപിച്ചത്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ
അതിവിപുലമായ കളക്ഷൻ, മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. പേരറിയാത്ത നാടറിയാത്ത ചിന്തകൾ കൈവിട്ടുപോയ ചെറുപ്പക്കാരന്റെ കൈവിരലുകൾ ജന്മം നൽകുന്നത് ഭംഗിയാർന്ന കളിമൺ ശില്പങ്ങൾ. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് തെരുവോരങ്ങളിൽ വർഷങ്ങളായി കഴിഞ്ഞു വരികയാണ് ഈ ഇതര സംസ്ഥാനക്കാരൻ. മനോദൗർബല്യമുള്ള ഈ ചെറുപ്പക്കാരൻ പലയിടങ്ങളിൽ നിന്നുമായി ശേഖരിക്കുന്ന ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ശില്പങ്ങൾ മെനയുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായി അഴീക്കോട് പുത്തൻപള്ളി പരിസരത്താണ് ഇയാൾ കഴിയുന്നത്. ആരോടും സംസാരിക്കാത്ത ശാന്തപ്രകൃതക്കാരനായ ഇയാളുടെ കരുവിരുത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാണ്. വാണിജ്യം. നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും സ്വന്തമായി നിർമ്മാണ യൂണിറ്റുമുള്ള ഇൻഡെക്സ് LED ലൈറ്റിംഗിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ ഇൻഡെക്സ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നപ്പറമ്പിൽ നിർവഹിച്ചു. ഉസ്താദ് MK ഇസ്മായിൽ അൽ ഹസനി അൽ ബാഗവി, ക്യാപിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ KT മുഹമ്മദ്, ഇൻഡെക്സ് മാനേജിംഗ് ഡയറക്ടർ KT സലാം, പാർട്ട്ണർമാർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വാൾ ലൈറ്റ്, ഫ്ലോർ ലാമ്പ്, സീലിംഗ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്സ്, ആന്റിക് ലൈറ്റ്സ്, പാനൽ ലൈറ്റ്സ്, ഡൗൺ ലൈറ്റ്സ് തുടങ്ങി ആഡംബരവും സൗന്ദര്യവും ഇഴചേരുന്ന നക്ഷത്ര തിളക്കമാർന്ന ലൈറ്റുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ചൈനയിൽ സ്വന്തമായി നിർമ്മാണ യൂണിറ്റുള്ള ഇൻഡെക്സ് LED ലൈറ്റിംഗ് കേരളത്തിലെ ഹോൾസെയിൽ ഡീലർ കൂടിയാണ്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് മഞ്ചേരി, ആലപ്പുഴ, തിരുവനന്തപുരം, ഡൽഹി എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. ഇന്ത്യൻ വിദേശ നിർമ്മിത ബ്രാൻഡുകൾ ആകർഷണീയമായ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 മാസത്തേക്ക് ഇമ്പോർട്ടഡ് ഫാൻസി ഐറ്റംസിന് 50% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9605885533 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്ത്രീകളുടെ അഭിരുചികൾക്കനുസൃതമായി മികവാർന്ന വസ്ത്രശ്രേണികളുമായി വെയർമാർട്ട് ലേഡീസ് ഫാഷൻ വരടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുണ്ടൂർ കൊട്ടേക്കാട് റോഡിൽ വരടിയത്ത് പേരാമംഗലം റോഡ് ബസ് സ്റ്റോപ്പിന് സമീപം ആരംഭിച്ച വെയർമാർട്ട് ലേഡീസ് ഫാഷൻ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PG ഉണ്ണികൃഷ്ണൻ നൽകിക്കൊണ്ട് വെയർമാർട്ട് ഉടമ VB രാജേന്ദ്രൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാർട്ട്ണർമാരായ ഷീബ രാജേന്ദ്രൻ, വിപിൻ രാജ്, ആർഷ വിപിൻ രാജ്, വൈശാഖ്, ശ്രീലക്ഷ്മി, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സാരികൾ, ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്തീസ് എന്നിവയുടെ മികച്ച കളക്ഷനുകളാണ് വെയർമാർട്ട് ലേഡീസ് ഫാഷനിൽ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ സെറ്റ് സാരികളുടെയും സെറ്റ് മുണ്ടുകളുടെയും എല്ലാം ആകർഷകമായ സെലക്ഷനുകളും വെയർമാർട്ടിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. കൂടാതെ പെൺകുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളും വെയർമാർട്ടിലുണ്ട്. ലേഡീസ് ഫാഷൻ വെയറുകളുടെ മികച്ച കളക്ഷനുകൾ ഏവരുടെയും ബജറ്റിനിണങ്ങുന്ന വിലകളിൽ സമ്മാനിച്ച് ഗ്രാമീണ മേഖലയിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാവുകയാണ് വെയർമാർട്ട് ലേഡീസ് ഫാഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9847497392. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ടിന് സുപ്രീം കോടതി അനുമതി. തീവ്രതയ്ക്കും സമയത്തിനുമുള്ള നിയന്ത്രണത്തിൽ സുപ്രീം കോടതി ഇളവ് വരുത്തി. ഭാഗ്യദേവത കൈവിട്ട പുല്ലഴിയിലെ സോമനും കുടുംബത്തിനും TCVയുടെ തണൽ കൈത്താങ്ങായി. അടച്ചുറപ്പുള്ള വീടെന്ന ഈ കുടുംബത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് അടോറ എന്ന ജീവകാരുണ്യ സംഘടന. ചെങ്ങാലൂരിൽ തണ്ണീർത്തടം നികത്തുന്നത് തടയാനെത്തിയ പഞ്ചായത്ത് അംഗത്തെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പുതുക്കാട് പഞ്ചായത്ത് അംഗം തോബി തോട്ടിയാനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ സപ്ലൈകോ. 100 മേനി വിളവ് ലഭിച്ചിട്ടും ദുരിതത്തിലായി അന്തിക്കാട് കായൽക്കോളിലെ കർഷകർ. ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ സൂര്യാഘാത സാധ്യത കൂടുതലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. പടിഞ്ഞാറെ ചാലക്കുടി മുന്നേരിയിൽ വീട് കുത്തി തുറന്ന കവർച്ച. 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.